ഈ ദേവസ്വം ബോർഡിലെ മുൻ സെക്രട്ടറിയായ എസ് ജയശ്രീയെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ജയശ്രീയുടെ സ്വത്ത് വിവരങ്ങളിലടക്കം കൂടുതൽ പരിശോധന നടത്തും. 2019 കാലത്തെ ബോർഡ് നേതൃത്വത്തെ കുരുക്കുന്നതാണ് ജയശ്രീയുടെ മൊഴി. ബോർഡ് തീരുമാനം ഒരു ഉത്തരവായി ഇറക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ജയശ്രീ നൽകിയിരിക്കുന്ന മൊഴിയിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് ഇഡിയുടെ നീക്കം. എസ് രാഗിനാണ് നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. രാഗിൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ 9 മണിക്കൂർ ജയശ്രീയെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും ഒരു വിവരങ്ങൾ ശേഖരിക്കുന്നത് പൂർണ്ണമായിട്ടില്ല. കാരണം ഒരുപക്ഷെ ഈ സാമ്പത്തിക ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ അതുകൂടി പരിശോധിക്കുന്നുണ്ടോ ഇഡി? ആര്യ, ഗുഡ് മോർണിംഗ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയെ ഏകദേശം 9 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയായിരുന്നു. ഈ മൊഴി ഇപ്പോൾ വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇഡി വൃത്തങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു: വീണ്ടും ജയശ്രീയെ വിളിപ്പിക്കും. കാരണം ഈ ജയശ്രീയുടെ സ്വത്ത് സമ്പാദനത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്വത്ത് വിവരങ്ങളിലടക്കം കൂടുതൽ പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം ഈ മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ദേവസ്വം ബോർഡ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണ പാളികളും മറ്റും കൊടുത്തുവിടുന്നത്. അപ്പോൾ ഈ ഉത്തരവ് ഇറക്കുന്നതിലേക്ക് നയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതുൾപ്പെടെയാണ് നോക്കുന്നത്. അതിലിപ്പോൾ ജയശ്രീ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ബോർഡ് തീരുമാനം അംഗീകരിച്ച് ഉത്തരവിറക്കുക മാത്രമാണ് ചെയ്തത്. താൻ ഒരു സ്വതന്ത്ര തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടില്ല. താൻ ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്. പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളോ മറ്റു കാര്യങ്ങളോ ഇല്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണം എന്നതായിരുന്നു ആ ഉത്തരവ്. ആ ഉത്തരവ് എങ്ങനെ ഇറങ്ങി അത് സംബന്ധിച്ചുള്ള കാര്യത്തിലും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. അത്തരത്തിലുള്ള സമ്മർദ്ദം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്താണ് നോക്കുന്നത്. നേരത്തെ ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണഭൂഷണം കൊടുക്കാൻ തീരുമാനിച്ചു. അത് കൊടുത്തുവിടാം എന്ന ഉത്തരവാണ് പിന്നീട് ഇറങ്ങുക ഉണ്ടായിട്ടുള്ളത്. ഈ PMLA സെക്ഷൻ 3 പറയുന്നത് അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻവോൾവ്, അതായത് നേരിട്ടോ അല്ലാതെയോ ഈ ഒരു പൊസിഷൻ ഓഫ് ക്രൈമുമായി ബന്ധപ്പെട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ കൂടി പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജയശ്രീ വീണ്ടും ഇഡി വിളിപ്പിക്കും. നേരത്തെ മുരാരി ബാബുവിനെയും ചോദ്യം ചെയ്തിരുന്നു. വീണ്ടും വിളിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിൽ ജയശ്രീയുടെ മൊഴിയിൽ കുടുങ്ങാൻ പോകുന്നത് 2019 ദേവസ്വം ബോർഡാണ്.